ഈ മനുഷ്യൻ എല്ലാ ദിവസവും പുലർച്ചെ 4 മണിക്ക് ഉണരും. കാറുകൾ വലിച്ചുകൊണ്ട് അവൻ പരിശീലനം നേടി. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അവൻ അക്ഷീണം പ്രവർത്തിച്ചു. രാത്രിയിൽ അവൻ 1000 തവണ ഡംബൽസ് ഉയർത്തി. ലോകത്തിലെ ഏറ്റവും ശക്തനായ ആം ഗുസ്തി ചാമ്പ്യനെ നേരിടേണ്ടി വന്നതിനാൽ അവൻ വളരെ കഠിനാധ്വാനം ചെയ്തു. ആ ചാമ്പ്യൻ ഓരോ മത്സരത്തിനും ഒരു ഇഷ്ടിക കൈവശം വെച്ചു. അവനോട് തോറ്റവരുടെ കൈത്തണ്ടയും മുടിക്കും. ഈ മനുഷ്യൻ തന്റെ അടുത്ത എതിരാളിയാണെന്ന് ചാമ്പ്യൻ മനസ്സിലാക്കിയപ്പോൾ അവൻ നിശബ്ദമായി അനുചിതമായ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. എന്നാൽ ഈ മനുഷ്യന്റെ ദൈനംദിന കഠിനാധ്വാനം ഫലം കണ്ടു. ഇപ്പോൾ അയാൾക്കൊരു കൈകൊണ്ട് ഒരു കാർ വലിക്കാൻ കഴിയും. മത്സരത്തിന്റെ ദിവസം വന്നു. ആദ്യ മത്സരത്തിൽ ആ മനുഷ്യൻ തോറ്റു. പക്ഷേ ചാമ്പ്യൻ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് റഫറി വിധിച്ചു. മത്സരം വീണ്ടും നടത്തി. ഇത്തവണ ആ മനുഷ്യൻ തന്റെ ശക്തി പ്രകടിപ്പിച്ച് വിജയിച്ചു. പക്ഷേ അവന്റെ കൈകൾ വേദനിക്കാൻ തുടങ്ങി. അടുത്ത മത്സരം ജപ്പാനിൽ നിന്നുള്ള ഒരു ശക്തനായ പോരാളിക്കെതിരെയായിരുന്നു. തന്റെ ശക്തി സംരക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ആ മനുഷ്യൻ കരുതി. തുടക്കം മുതൽ അവൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു. അവൻ വിജയിച്ചു. മത്സരത്തിന് ശേഷം അവൻ തന്റെ കയ്യിൽ മരുന്ന് പുരട്ടി. മാനേജർ പറഞ്ഞു, ഇപ്പോൾ നിർത്തൂ. അപകട സാധ്യത വളരെ വലുതാണ്. പക്ഷേ അയാൾ വിസമ്മതിച്ചു. ഗെയിംസിലേക്ക് മടങ്ങാനുള്ള അവസാന അവസരമായിരുന്നു ഇത്. സെമിഫൈനലിൽ അയാൾ ഒരു മുൻ ചാമ്പ്യനെ നേരിട്ടു. മത്സരം ആരംഭിച്ചു. അവരുടെ കൈകൾ ബന്ധിച്ച ബാൻഡേജ് പോലും കീറിപ്പറി. അടുത്ത റൗണ്ടിന് മുമ്പ് സ്റ്റേഡിയത്തിൽ തന്റെ മകന്റെയും അനന്തരവതിയുടെയും ശബ്ദം അയാൾ കേട്ടു. അവരുടെ ആർപ്പുവിളികൾ അദ്ദേഹത്തിന് പുതിയ ശക്തി നൽകി. പക്ഷേ അയാളുടെ എതിരാളിയും വളരെ ശക്തനായിരുന്നു. അവരുടെ ശക്തി തുല്യമായി തുടർന്നു. പിന്നെ ഒരു നിമിഷം ചാമ്പ്യന് സമനില നഷ്ടപ്പെട്ടു. അയാൾ ശക്തമായ ഒരു പ്രത്യാഘാതനം നടത്തി. അയാളുടെ കാർ വലിക്കൽ പരിശീലനം ഫലം കണ്ടു. അയാൾ വിജയിച്ചു. ഇപ്പോഴത് അവസാന മത്സരമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യനെതിരെ. വെളുത്ത പുക വേദിയിൽ നിറഞ്ഞു. 2 ഫൈനലിസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു. മത്സരത്തിന് മുമ്പ് അവർ കൈ കുലുക്കേണ്ടതായിരുന്നു. പക്ഷേ ചാമ്പ്യൻ വിസമ്മതിച്ചു. മത്സരം ആരംഭിച്ചു. അയാൾ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു. പക്ഷേ ചാമ്പ്യൻ വൃത്തികെട്ട രീതിയിൽ കളിച്ചു. അയാൾ നിയമങ്ങൾ മുതലെടുത്ത് അയാളുടെ തള്ളവിരലിന് പരിക്കേറ്റു. അടുത്ത റൗണ്ടിൽ ചാമ്പ്യൻ ലീഡ് നേടി. ആ മനുഷ്യൻ ശ്രമിച്ചു. പക്ഷേ അവൻ തളർന്നുപോയി. അവന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അവന്റെ സഹോദരി സ്റ്റേഡിയത്തിലെത്തി. ആ മനുഷ്യൻ പൂർണ്ണമായും ക്ഷീണിതനായിരുന്നു. അവന് ശക്തി അവശേഷിച്ചിരുന്നില്ല. എന്നാൽ അവന്റെ കുടുംബം പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഒറ്റയ്ക്കല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അവന്റെ മുഴുവൻ കുടുംബവും അവനോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവനെല്ലാം പണയപ്പെടുത്തി. ചാമ്പ്യൻ പോലും അവന്റെ ശക്തിയിൽ സ്തബ്ധനായി. ആ മനുഷ്യൻ പല്ലുകടിച്ചു. വേദന സഹിച്ചു. ഉറക്കെ നിലവിളിച്ചു. ഒടുവിൽ അവൻ വിജയിച്ചു. ഇയാളെ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യൂ.